ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പനിയൊക്കെയാണ്, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചു, കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ, ഞാനും അമ്മയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിന്നത്. മോർണിംഗ് തന്നെ പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 8 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കാത്തിരിക്കുന്ന ടൈമിൽ തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ എത്താൻ പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് നേരത്തെ എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് വേഗം ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വരാമല്ലോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി നോക്കി. ഇതാണ്. അപ്പോൾ മാസ്ക് വേണം ഒ പിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി മാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അമ്മ വാങ്ങുകയാണ്. പിന്നെ ഞങ്ങളിതാ ടോക്കൺ എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴാണ് മക്കളെ കാണുന്നത്. ഫുള്ള് ലൈൻ ലോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ 2 സെക്ഷനായിട്ടാണുള്ളത്. പിന്നെ 2 സെക്ഷനിൽ ഒരു സെക്ഷൻ നമ്മൾ നോർമലി എല്ലാവർക്കും ഇതായിട്ടുള്ള, മറ്റേത് ഏജുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞതാണ് കാല് കടയുണ്ട്. അപ്പോൾ ഞാനവിടെ വന്നിരുന്നു. പിന്നെ ഞാൻ അമ്മേനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ഫുള്ള് പോസ്റ്റായിട്ട്, കാരണം അത്രയും ലൈന് നിൽക്കുകയാണല്ലോ. പിന്നെ അമ്മ വന്നു. അമ്മേൻ്റെ പേരിലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടോക്കൺ എടുത്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഡിജിറ്റൽ ബോക്സ് കാണുന്നുണ്ടാവില്ല, 30 ഇപ്പോഴത്തെ ടോക്കൺ നമ്പർ. ഞങ്ങളുടെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് 80, എൻ്റെത് 80, അമ്മയുടെ 81 ആയിരുന്നു. 30 തന്നെ നിൽക്കുകയായിരുന്നു. ഏകദേശം ഒരു 8:15 തുടങ്ങിയതാണ് ആ 30 നിൽപ്പ്. 9 മണിയായതിനു ശേഷമാണ് ആ ഒരു 30 നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് സ്പീഡപ്പ് ആവാൻ തുടങ്ങിയത്. പിന്നൊരു ചാട്ടം ചാടിയത് 70ലേക്കും, 30 എന്നുള്ളത് 70ലേക്കും. അതുകൊണ്ട് നമ്മൾ 80 ആയതുകൊണ്ട് പിന്നെ നമ്മൾ 80ലേക്ക് എത്താനുള്ള വെയിറ്റിങ്ങിലായി. കാരണം 80 ആയാലും നമുക്കത് അവിടേക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്ത് കുറേ നേരം. അപ്പോൾ ഏകദേശം 80 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷേ ഡോക്ടറെ കാണിക്കുന്ന ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്ത് പുറത്ത് വന്നു. അമ്മ മരുന്ന് വാങ്ങിയായിരുന്നു. ഞാൻ പിന്നെയും അവിടെ ഇരിക്കുകയുണ്ടായി. കാരണം എനിക്ക് അത്രയും വയ്യായിരുന്നു ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും, തീരെ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങാനാകുമ്പോൾ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, ചാറ്റൽ മഴ. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നേരെ ഒരു ചായക്കടയിൽ കയറി. എനിക്കും അമ്മയ്ക്കും ഒരു ചായയും പിന്നെ നല്ല ചൂടുള്ളൊരു മുട്ടപ്പൊരി. മീൻസ് മുട്ട പൊരിച്ചത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഇവിടെ മുട്ട പൊരിച്ച കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. നല്ല ചായയായിരുന്നു. നല്ല മഴയും പനിയും ചൂടുള്ള ചായയും, ആഹാ. പിന്നെ ഞങ്ങൾ മെല്ലെ ബസ്സിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും